ഹായ് സുഹൃത്തുക്കളെ, ലീഗൽ അസിസ്റ്റന്റ് ഗ്രേഡ് 2 പരീക്ഷയുടെ പരീക്ഷാ തീയതി PSC കൺഫേം ചെയ്തിട്ടുണ്ട്. ഒക്ടോബറിലെ പരീക്ഷാ കലണ്ടറിനൊപ്പം പരീക്ഷാ തീയതി ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ഒക്ടോബർ 23-ാം തീയതിയാണ് ലീഗൽ അസിസ്റ്റന്റ് ഗ്രേഡ് 2 പരീക്ഷ നടക്കുന്നത്. ഒക്ടോബർ 23-ാം തീയതിയാണ്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. പരീക്ഷയ്ക്കായിട്ട് അപ്ലൈ ചെയ്ത ഉദ്യോഗാർത്ഥികളുടെ ഫോണിലേക്ക് ഓൾറെഡി മെസ്സേജ് വന്നിട്ടുണ്ടാവും. ഇതിനു വേണ്ടിയിട്ട് കൺഫർമേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ PSCയുടെ പ്രൊഫൈലിൽ ചെന്നിട്ട് കൺഫർമേഷൻ കൊടുത്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ പരീക്ഷ എഴുതാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇപ്പോൾ കൺഫർമേഷൻ കൊടുക്കുക. PSCയുടെ വെബ്സൈറ്റിൽ ചെന്ന് 1 ടൈം രജിസ്ട്രേഷൻ വഴി നിങ്ങളുടെ പാസ്വേഡും യൂസർ നെയിമും ഒക്കെ കൊടുത്ത് അകത്ത് കയറിയിട്ട് കൺഫർമേഷൻ എന്നുള്ള ടാബ് ക്ലിക്ക് ചെയ്യുക. അവിടെ ആക്റ്റീവ് കൺഫർമേഷൻസിന്റെ കൂട്ടത്തിൽ ലീഗൽ അസിസ്റ്റന്റ് ഗ്രേഡ് 2 ഉണ്ടാവും. അത് കൺഫേം ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് വരുള്ളൂ, പരീക്ഷ എഴുതാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഒക്ടോബർ 23-ാം തീയതിയാണ് ഈ പരീക്ഷ നടക്കുന്നത്. ഇതിപ്പോൾ ജൂലൈ എൻഡ് ആവാറായി ഏതാണ്ട് ഒരു 3 മാസത്തോളം നമുക്ക് പഠിക്കാനായിട്ട് കിട്ടും. അപ്പോൾ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇനിയുള്ള ദിവസങ്ങൾ കൃത്യമായി വിനിയോഗിക്കുക എന്നുള്ളതാണ്. I+ന്റെ ഇന്റൻസീവ് ആയിട്ടുള്ള ബാച്ച് ഓൾറെഡി റണ്ണിംഗ് ആണ്. ഈ ക്രാഷ് കോഴ്സിലേക്ക് നിങ്ങൾക്ക് വളരെ ചെറിയ ഫീസിൽ ഇപ്പോൾ എൻറോൾ ചെയ്യാൻ സാധിക്കും. കോഴ്സിന്റെ വിശദാംശങ്ങൾ അറിയാനായിട്ട് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുള്ള കോൺടാക്ട് നമ്പറിൽ വിളിക്കുക. അപ്പോൾ ഇതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസ് നേരത്തെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. നമ്മളിത് ഓൾറെഡി നമ്മുടെ ചാനൽ വഴിയൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. എങ്കിലും ഒന്നുകൂടി ഒന്ന് പറഞ്ഞു പോകാം. മൊഡ്യൂൾ 1 ജൂറിസ്പ്രുഡൻസ് 10 മാർക്കിന്റെ കാര്യങ്ങളാണ് ഈ മൊഡ്യൂൾ 1-ൽ നമുക്ക് പഠിക്കാനുള്ളത്. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസ് അവൈലബിൾ ആണ്, നമ്മുടെ PSCയുടെ വെബ്സൈറ്റിൽ തന്നെ അവൈലബിൾ ആണ്. കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് സെക്കൻഡ് മൊഡ്യൂളായിട്ട് വരുന്നത്. 20 മാർക്കാണ്. കോൺസ്റ്റിറ്റ്യൂഷണൽ ലോ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ലോ, ഇതാണ് 20 മാർക്കിനുള്ളത് രണ്ടാമത്തെ മൊഡ്യൂൾ. മൂന്നാമത്തെ മൊഡ്യൂളിലേക്ക് പോകുമ്പോൾ മൂന്നാമത്തെ മൊഡ്യൂളാണ് BNS-ഉം BNSS-ഉം. ഇത് രണ്ടും പുതിയ CRPC ഒക്കെ മാറ്റി IPC ഒക്കെ മാറ്റി പുതിയ BNS-ഉം BNSS ഇവിടെ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. മൂന്നാമത്തെ മൊഡ്യൂൾ 20 മാർക്കാണ്. BNS-ഉം BNSS-ഉം കൂടെ ചേർത്ത് ഉണ്ടാവുക. ദെൻ നാലാമത്തെ മൊഡ്യൂളിലേക്ക് വരുമ്പോൾ എന്താണ് സബ്സ്റ്റാൻഷിയേറ്റീവ് ആൻഡ് പ്രൊസീജിയറൽ ലോ, കോൺട്രാക്ട് ആണ് മെയിൻ ആയിട്ട് വരുന്നത്. 10 മാർക്കാണ് നാലാമത്തെ മൊഡ്യൂളിലുള്ളത്. അഞ്ചാമത്തെ മൊഡ്യൂളിലേക്ക് വരുമ്പോൾ ഭാരതീയ സാക്ഷ്യ അധിന്യായം, അത് 5 മാർക്കിനാണ് ഈ അഞ്ചാമത്തെ മൊഡ്യൂൾ നമുക്ക് പഠിക്കാനുള്ളത്. ആറാമത്തെ മൊഡ്യൂൾ പ്രോപ്പർട്ടി ലോ ആണ്, അതും 5 മാർക്കാണ്. ഓക്കെ, അപ്പൊ അത് നോക്കുക. ദെൻ ഏഴാമത്തെ ലോ എന്ന് പറയുന്നത് ലാൻഡ് ആൻഡ് എൻവയോൺമെന്റ് ലോ ആണ്, 5 മാർക്കാണ് ഏഴാമത്തെ മൊഡ്യൂളിൽ നിന്നുള്ളത്. എട്ടാമത്തെ മൊഡ്യൂളിൽ നിന്ന് ലേബർ ലോ ആണ്, അതിന് 10 മാർക്കുണ്ട്. അപ്പോൾ ഓരോ മൊഡ്യൂളിലും ഓരോ വെയിറ്റേജ് ആണ്. 5 മാർക്കിന് മൊഡ്യൂൾ ഉണ്ട്, 10 മാർക്കിന് മൊഡ്യൂൾ ഉണ്ട്, 20 മാർക്കിന് മൊഡ്യൂൾ ഉണ്ട്. അപ്പൊ നമ്മൾ പഠിക്കുമ്പോൾ എപ്പോഴും സിലബസ് നിങ്ങൾ പ്രിന്റ് എടുത്ത് വെക്കുക. സിലബസ് നോക്കിയിട്ട് അതിന്റെ വെയിറ്റേജ് അനുസരിച്ച് വേണം സമയം നമ്മൾ കൂടുതൽ ഏതിന് അലോട്ട് ചെയ്യണം എന്ന് നമ്മൾ തീരുമാനിക്കേണ്ടത്. ഇപ്പൊ 5 മാർക്കിന്റെ മൊഡ്യൂളിന് വേണ്ടിയിട്ട് ഒരു 10 ദിവസം അല്ലെങ്കിൽ 20 ദിവസം അലോട്ട് ചെയ്യുന്നതൊട്ടും എന്താണ് ലോജിക്കലായ ഒരു രീതിയല്ല. അപ്പൊ അതുകൊണ്ട് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നോക്കി മാത്രം നിങ്ങൾ എന്ത് വേണം പഠിക്കാനായിട്ട് ഇരിക്കുക. സ്പീഡി ജസ്റ്റിസ് ആണ് 9ാമത്തെ മൊഡ്യൂളായിട്ട് വരിക. 10 മാർക്കാണ് 9ാമത്തെ മൊഡ്യൂളിൽ ുള്ളത്. അവസാനത്തെ മൊഡ്യൂൾ എന്ന് പറയുന്നത് ഇന്റർനാഷണൽ ലോ ആണ്. ഇന്റർനാഷണൽ ലോയും ഹ്യൂമൻ റൈറ്റ്സും, അതിന് 5 മാർക്കാണ്. അപ്പൊ ഇങ്ങനെ 10 മൊഡ്യൂളുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. പല മൊഡ്യൂളുകൾക്കും പല വെയിറ്റേജ് ആണ്. എന്ത് തന്നെയാണെങ്കിലും സിലബസ് നിങ്ങളുടെ കയ്യിൽ വേണം. അത് വെച്ചിട്ട് വേണം പഠിക്കാനായിട്ട്. കൃത്യമായിട്ട് ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കി കൺസിസ്റ്റന്റ് ആയിട്ട് പഠിക്കേണ്ട ദിവസങ്ങളായിട്ടുണ്ട്. ഇനി അധിക സമയം നമ്മുടെ മുന്നിലില്ല. അഭിഭാഷകരെ സംബന്ധിച്ച് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. സംസ്ഥാന സർക്കാരിൽ ലഭിക്കാവുന്ന മികച്ച ജോലികളിൽ ഒന്ന് തന്നെയാണ് ഗവൺമെന്റ് സെക്രട്ടേറിയറ്റിലേക്കുള്ള ലീഗൽ അസിസ്റ്റന്റ് ഗ്രേഡ് 2 എന്നുള്ളത്. ഒട്ടും വൈകേണ്ട, നന്നായിട്ട് പഠിക്കുക. കോച്ചിങ്ങിന്റെ സഹായം ആവശ്യമാണെങ്കിൽ തീർച്ചയായിട്ടും I+ നിങ്ങൾക്കൊപ്പമുണ്ട്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.